ഹായ് ഫ്രണ്ട്സ്, ഇത് 2023 ഡിസംബറിൽ എടുത്ത വീഡിയോ ആണ്. ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, എടുത്തതല്ലേ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2023 ഡിസംബറിലാണ് വാട്ടർ മെട്രോയിൽ ആദ്യമായി യാത്ര ചെയ്തത്. 2023 ഡിസംബറിലായിരുന്നു എൻ്റെ രോഗത്തിൻ്റെ തുടക്കം. ഇതൊന്നും അറിയാതെ വേദനയുള്ള കാലം വെച്ചുകൊണ്ടായിരുന്നു എൻ്റെ യാത്ര. ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും വൈപ്പിനിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. 1 മണിക്കൂറിലധികം തന്നെ ക്യൂവിൽ നിന്നും അതിനുശേഷം അകത്തേക്ക് കയറ്റി അവിടെയും അരമണിക്കൂറോളം ഇരിക്കേണ്ടി വന്നു. അതിനുശേഷം ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം ബോട്ടിലേക്ക് കയറാനായിട്ട് ക്യൂ ഉണ്ടായിരുന്നു. തിരക്ക് കാരണം കുറേ അധികം പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം ബോട്ടിലേക്ക് കയറാൻ. ബോട്ടിലേക്ക് കയറാനായിട്ട് എല്ലാവരും ഭയങ്കര ഓട്ടമായിരുന്നു. എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം. ഞങ്ങൾ ഓടിയെങ്കിലും സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല, എന്നാലും സീറ്റ് കിട്ടി. അത് തന്നെ ഭയങ്കര ഭാഗ്യം. ഫുള്ളി ഇലക്ട്രിക് ആണ് ബോട്ട്. വിശാലമായ വിൻഡോസൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് അയൽക്കാഴ്ചയൊക്കെ കണ്ട് 20 മിനിറ്റ് അങ്ങനെ യാത്ര ചെയ്യാം. ഭാഗമാണ് 20 മിനിറ്റ് കൊണ്ട് വൈപ്പിനിലെത്തി. വൈപ്പിനിലെത്തിയതിനു ശേഷം ടിക്കറ്റ് സ്കാൻ ചെയ്താലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വൈപ്പിനിലെത്തിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറുന്നത്. മീൻ പിടിക്കുന്നതും കമ്പവലയൊക്കെ കുറച്ചു നേരം നോക്കി നിന്ന്. അതിനുശേഷം ഞങ്ങൾ ജങ്കാറിൽ കയറി ഫോർട്ട് കൊച്ചിയിൽ പോയി. ജങ്കാറിൽ ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഞങ്ങൾ ഒത്തിരി നേരം ചിലവഴിച്ചു. 9 മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതായിരുന്നു എൻ്റെ അവസാനത്തെ യാത്ര. ഇപ്പോൾ 1.5 വർഷമായി യാത്ര ചെയ്തിട്ട്. ഇനി ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്തു തുടങ്ങണം. ഡോക്ടറിൻ്റെ അനുവാദം ഇല്ലാണ്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും യാത്ര ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.